നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. എല്ലാവരും കാത്തിരുന്ന ഒരു ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കേരള PSC ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ സിലബസ് ആണ്. അപ്പോൾ ഈ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജനുവരി 29 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. ജനുവരി 29 മുന്നേ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. SSLC ആണ് യോഗ്യത. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ഇനി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പോസ്റ്റ് വരുന്നത്. അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 23,000 മുതൽ 50,200. അതാണ് സ്കെയിൽ ഓഫ് പേ പറഞ്ഞിരിക്കുന്നത്. 527/2024 കാറ്റഗറി നമ്പർ വിളിച്ചിരിക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസ് എന്നറിയാം. അപ്പോൾ എക്സാം നടക്കാൻ പോകുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. കേരള PSC വാർഷിക കലണ്ടർ ഇറക്കിയത് പ്രകാരം മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പൊതുവിജ്ഞാനം, GK. ചരിത്രം 5 മാർക്ക്, ഭൂമിശാസ്ത്രം 5, ധനതത്വശാസ്ത്രം 5, ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രം 3 മാർക്ക്, രസതന്ത്രം 3, കലാ കായികം സാഹിത്യം സംസ്കാരം 5 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ 5 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, പ്രാദേശിക ഭാഷകൾ മലയാളം, കന്നഡ, തമിഴ് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. മലയാളമാണെങ്കിൽ മലയാളത്തിൻ്റെ ഗ്രാമറും അതുപോലെ മലയാളത്തിൻ്റെ വ്യാകരണം അത് പറയുന്ന പദശുദ്ധി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിലബസ് കൂടുതലായിട്ട് പറയാം. 10 മാർക്കാണ് വരുന്നത്. ഇനി കന്നഡ ചൂസ് ചെയ്തവർക്കാണെങ്കിൽ അതേ കാര്യങ്ങൾ കന്നഡയിലായിരിക്കും, തമിഴിലുള്ളവർക്ക് തമിഴിലായിരിക്കും. അപ്പോൾ ആദ്യത്തെ പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം ചരിത്രം ആദ്യം തന്നെ 5 മാർക്ക് വരുന്നത്. കേരളം, ഇന്ത്യ, ലോകം ഇതെല്ലാം കൂടി ചേർന്നാണ് എത്ര വരുന്നത്? 5 മാർക്ക് വരുന്നത്. കേരളത്തിൽ തന്നെ യൂറോപ്യന്മാരുടെ വരവ്, യൂറോപ്യന്മാരുടെ സംഭാവന, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ, തിരുവിതാംകൂറിൻ്റെ ചരിത്രം, സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കേരള ചരിത്രത്തിൻ്റെ സാഹിത്യ സ്രോതസ്സുകൾ, ഐക്യ കേരള പ്രസ്ഥാനം, 1986 ശേഷമുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഇന്ത്യയെ പറ്റിയും പറയുന്നു, ലോകത്തെ പറ്റിയും പറയുന്നു. അപ്പോൾ ഈ ഒരു സിലബസ് ബേസിലുള്ള ക്ലാസ്സുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏത് ടോപ്പിക്കാണ് നമുക്ക് ആദ്യം സിലബസ് വൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പേര് പറയുന്നതനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ ആ ഒരു സബ്ജക്റ്റ് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇന്ത്യ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം, സ്വദേശി പ്രസ്ഥാനം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, വർത്തമാന പത്രങ്ങൾ, സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും, സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം, സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി, വിദേശ നയം. ലോകം, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഗ്രേറ്റ് റവല്യൂഷൻ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, 2ാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം, ഐക്യരാഷ്ട്ര സംഘടന, മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. അടുത്തത് ഭൂമിശാസ്ത്രമാണ്. 5 മാർക്ക്. ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, ഭൂമിയുടെ ഘടന, അന്തരീക്ഷം, പാറകൾ, ഭൗമോപരിതലം, അന്തരീക്ഷമർദ്ദവും കാറ്റും, താപനിലയും ഋതുക്കളും, ആഗോള പ്രശ്നങ്ങൾ, ആഗോള താപനം, വിവിധ തരം മലിനീകരണങ്ങൾ, മാപ്പുകൾ, ടോപ്പോഗ്രഫിക് മാപ്പുകൾ, അടയാളങ്ങൾ, വിദൂര സംവേദനം, ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം, മഹാസമുദ്രങ്ങൾ, സമുദ്രചലനങ്ങൾ, ഭൂഖണ്ഡങ്ങൾ, ലോക രാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും. ഇനി ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം പറഞ്ഞ ഭൂമിശാസ്ത്രത്തിൽ പൊതുവെയുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇന്ത്യയെ പറ്റിയും കേരളത്തെ പറ്റിയും പഠിക്കും. അപ്പോൾ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തര പർവ്വത മേഖല, നദികൾ, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. കേരളം ഭൂപ്രകൃതി, ജില്ലകൾ, സവിശേഷതകൾ,
നദികൾ, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, വന്യജീവി, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമ ഗതാഗത സംവിധാനങ്ങൾ. അടുത്തത് ധനതത്വശാസ്ത്രം 5 മാർക്ക്. ഇന്ത്യ, സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, ഹരിത വിപ്ലവം. ഇന്ത്യൻ ഭരണഘടന 5 മാർക്ക്. ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലിക അവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക കടമകൾ, ഗവൺമെന്റിന്റെ ഘടകങ്ങൾ, പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ, പഞ്ചായത്തി രാജ് ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളും, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും 5 മാർക്ക്. കേരളം, സംസ്ഥാന സിവിൽ സർവീസ്, ഭരണഘടനാ സ്ഥാപനങ്ങൾ, വിവിധ കമ്മീഷനുകൾ, സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം, തൊഴിലും ജോലിയും, ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ, ഭൂപരിഷ്കരണങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം, സാമൂഹ്യക്ഷേമം, സാമൂഹ്യ സുരക്ഷിതത്വം. ജീവശാസ്ത്രവും പൊതുജന ആരോഗ്യവും 6 മാർക്കാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലീ രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. അടുത്തത് ഭൗതിക ശാസ്ത്രം 3 മാർക്കാണ്. ഭൗതിക ശാസ്ത്രത്തിന്റെ ശാഖകൾ ദ്രവ്യം, യൂണിറ്റ്, അളവുകളും തോതും, ചലനം, ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, 3-ാം ചലന നിയമം, ആക്കം, പ്രൊജക്ടൈൽ മോഷൻ, 3-ാം ചലന നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ, ISROയുടെ ബഹിരാകാശ നേട്ടങ്ങൾ. അടുത്തത് പ്രകാശം, ലെൻസ്, ദർപ്പണം, R=2F എന്ന സമവാക്യം ഉപയോഗപ്പെടുത്തിയുള്ള ഗണിത പ്രശ്നങ്ങൾ, പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങൾ, മഴവില്ല്, വസ്തുക്കളുടെ വിവിധ വർണ്ണങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, IR റേസ്, UV റേസ്, എക്സ് റേസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇനി അടുത്തത് ശബ്ദമാണ്. വിവിധ തരം തരംഗങ്ങൾ, വ്യത്യസ്ത മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ പ്രവേഗം, അനുരണനം, ആവർത്തന പ്രതിപതനം. ബലം, വിവിധ തരം ബലങ്ങൾ, ഘർഷണം, ഘർഷണത്തിന്റെ ഉപയോഗങ്ങളും ദോഷങ്ങളും, ദ്രാവക മർദ്ദം, പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, സാന്ദ്രത, ആപേക്ഷിക സാന്ദ്രത, അഡ്ഹീഷൻ കൊഹീഷൻ ബലങ്ങൾ, കേശിക ഉയർച്ച, വിസ്കസ് ബലം, പ്രതല ബലം. അടുത്തത് ഗുരുത്വാകർഷണം, അഭികേന്ദ്ര ബലം, അപകേന്ദ്ര ബലം, ഉപഗ്രഹങ്ങൾ, പലായന പ്രവേഗം, പിണ്ഡവും ഭാരവും, ജിയുടെ മൂല്യം, ഭൂമിയുടെ വിവിധ സ്ഥലങ്ങളിൽ ജിയുടെ മൂല്യം. അടുത്തത് താപം, താപനില, വിവിധ തരം തെർമോമീറ്ററുകൾ, ആർദ്രത, ആപേക്ഷിക ആർദ്രത. പ്രവൃത്തി, ഊർജം, പവർ, ഗണിത പ്രശ്നങ്ങൾ, ഉത്തോലകങ്ങൾ, വിവിധ തരം ഉത്തോലകങ്ങൾ. അടുത്തത് രസതന്ത്രം 3 മാർക്ക്. ആറ്റം, തന്മാത്ര, ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ, രൂപാന്തരത്വം, വാതക നിയമങ്ങൾ, അക്വാറീജിയ. അടുത്തത് മൂലകങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, രാസ ഭൗതിക മാറ്റങ്ങൾ, രാസപ്രവർത്തനങ്ങൾ, ലായനികൾ, മിശ്രിതങ്ങൾ, സംയുക്തങ്ങൾ. ലോഹങ്ങൾ, അലോഹങ്ങൾ, ലോഹസങ്കരങ്ങൾ, ആസിഡും ആൽക്കലിയും, pH മൂല്യം, ആൽക്കലോയിഡുകൾ. കലാ, കായികം, സാഹിത്യം, സംസ്കാരം 5 മാർക്ക്. കേരളത്തിലെ പ്രധാന ദൃശ്യശ്രാവ്യ കലകൾ, ഇവയുടെ ഉത്ഭവം, വ്യാപനം, പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ, പ്രശസ്തമായ സ്ഥാപനങ്ങൾ, പ്രശസ്തരായ വ്യക്തികൾ, പ്രശസ്തരായ കലാകാരന്മാർ, പ്രശസ്തരായ എഴുത്തുകാർ. അടുത്ത കായികം, കായിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങൾ, അവരുടെ കായിക ഇനങ്ങൾ, അവരുടെ നേട്ടങ്ങൾ, അവർക്ക് ലഭിച്ചിട്ടുള്ള ബഹുമതികൾ. പ്രധാന അവാർഡുകൾ, അവാർഡ് ജേതാക്കൾ, ഓരോ അവാർഡും ഏതു മേഖലയിലെ പ്രകടനത്തിനാണ് നൽകുന്നത് എന്ന അറിവ്. പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ, കായിക ഇനങ്ങൾ. പ്രധാന കായിക ഇനങ്ങൾ, പങ്കെടുക്കുന്ന കളിക്കാരുടെ എണ്ണം, കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ, ഒളിമ്പിക്സ്. അടിസ്ഥാന വിവരങ്ങൾ, പ്രധാന വേദികൾ, രാജ്യങ്ങൾ,
പ്രശസ്തമായ വിജയങ്ങൾ, കായിക താരങ്ങൾ, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ, വിന്റർ ഒളിമ്പിക്സ്, പാരാ ഒളിമ്പിക്സ്. ഏഷ്യൻ ഗെയിംസ്, ആഫ്രോ ഏഷ്യൻ ഗെയിംസ്, കോമൺവെൽത്ത് ഗെയിംസ്, സാഫ് ഗെയിംസ്, വേദികൾ, രാജ്യങ്ങൾ. ഇന്ത്യയുടെ ശ്രദ്ധേയമായ പ്രകടനം, ഇതര വസ്തുതകൾ, ദേശീയ ഗെയിംസ് ഇനങ്ങൾ, മത്സരങ്ങൾ, താരങ്ങൾ, നേട്ടങ്ങൾ. ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ, വിനോദങ്ങൾ. സാഹിത്യം, മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ, ആദ്യകൃതികൾ, കർത്താക്കൾ. ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ, അവയുടെ കർത്താക്കൾ. എഴുത്തുകാർ, തൂലികാനാമങ്ങൾ, അപരനാമങ്ങൾ. കഥാപാത്രങ്ങൾ, കൃതികൾ. പ്രശസ്തമായ വരികൾ, കൃതികൾ, എഴുത്തുകാർ. മലയാള പത്രപ്രവർത്തനത്തിൻ്റെ ആരംഭം, തുടക്കം കുറിച്ചവർ, ആനുകാലികങ്ങൾ. പ്രധാനപ്പെട്ട അവാർഡുകൾ, ബഹുമതികൾ, അവാർഡിനർഹരായ എഴുത്തുകാർ, കൃതികൾ. ജ്ഞാനപീഠം നേടിയ മലയാളികൾ, അനുബന്ധ വസ്തുതകൾ. മലയാള സിനിമയുടെ ഉദ്ഭവം, വളർച്ച, നാഴികക്കല്ലുകൾ, പ്രധാന സംഭാവന നൽകിയവർ, മലയാള സിനിമയും ദേശീയ അവാർഡും. അടുത്തത് സംസ്കാരം, കേരളത്തിലെ പ്രധാന ആഘോഷങ്ങൾ, ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, പ്രശസ്തമായ ഉത്സവങ്ങൾ. കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, സാംസ്കാരിക നായകർ, അവരുടെ സംഭാവനകൾ. അടുത്ത കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക്. ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ്, നെയിം ആൻഡ് യൂസസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെയും നെയിംസ് ആൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. മെമ്മറി ഡിവൈസസ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി, എക്സാമ്പിളും ഫീച്ചറും. ഇനി അടുത്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഫങ്ഷൻസും എക്സാമ്പിൾസും. ഓരോ ടൈപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് ഓരോ എക്സാമ്പിൾ പറഞ്ഞിട്ട്. പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജസ്, വേർഡ് പ്രോസസ്സർ, സ്പ്രെഡ്ഷീറ്റ്, ഡേറ്റാബേസ് പാക്കേജ്, പ്രസൻറ്റേഷൻ, ഇമേജ് എഡിറ്റർ. Uses, features and fundamental concepts of each. Basics of programming, types of instruction, input, output, store, control, transfer. Languages, programming languages വേണ്ട. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, LAN, WAN, MAN. Features and application area. Network devices, media, switch, hub, router, bridge, gateway. Internet. സർവീസസ്, www, ഇമെയിൽ, സെർച്ച് എൻജിൻ, എക്സാമ്പിൾസും പർപ്പസസും. സോഷ്യൽ മീഡിയ, എക്സാമ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ്. വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML. ഗവേണൻസ്. സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോ, ടൈപ്സ് ഓഫ് ക്രൈംസ്. IT ആക്ട് ആൻഡ് അതർ ലോസ്. അവയർനെസ് ലെവൽ മതി. അടുത്തത് സുപ്രധാന നിയമങ്ങളാണ്, 5 മാർക്ക്. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്, ഇൻഫോർമേഷൻ എക്സെംപ്റ്റഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ കമ്മീഷൻ, പവേഴ്സ് ആൻഡ് ഫങ്ഷൻ. Protection of consumer, rights of consumers, law for the protection of vulnerable section, protection of civil right, atrocities against SC and ST, National Commission for SC or ST, Kerala State SC/ST Commission, National and State Minority Commission, National Human Rights Commission, State Human Rights Commission, protection of senior citizen. Protection and safeguarding of women, offences affecting public decency and morals, National and State Commission for Women, the Protection of Women from Domestic Violence Act 2005. Protection and safeguards of children, protection of children from sexual offence, POCSO Act 2012. ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കാണ്. അടുത്ത ലഘുഗണിതവും മാനസിക ശേഷിയും, നിരീക്ഷണ പാഠവ പരിശോധനയും. ലഘുഗണിതം 5 മാർക്ക്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും, ശതമാനം, പെർസെൻറ്റേജ്, ലാഭവും നഷ്ടവും, പ്രോഫിറ്റ് ആൻഡ് ലോസ്, സാധാരണ പലിശയും കൂട്ടുപലിശയും, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അംശബന്ധവും അനുപാതവും, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, സമയവും ദൂരവും, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും പ്രവൃത്തിയും, ടൈം ആൻഡ് വർക്ക്, ശരാശരി, ആവറേജ്, കൃത്യംഗങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻസ്, ജാമിതീയ രൂപങ്ങളുടെ ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, മെൻസ്ട്രേഷൻ, പ്രോഗ്രഷനുകൾ. മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 5 മാർക്ക്. ശ്രേണികൾ, സംഖ്യാശ്രേണികൾ, അക്ഷരശ്രേണികൾ, സീരീസ്, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്സ് സൈൻ, സ്ഥാനനിർണയ പരിശോധന, സമാന ബന്ധങ്ങൾ, അനലോജി, വേർഡ് അനലോജി, ആൽഫബറ്റ് അനലോജി, നമ്പർ അനലോജി, ഒറ്റയാനെ കണ്ടെത്തുക, സംഖ്യ അവലോകന പ്രശ്നങ്ങൾ, കോഡിങ്ങും ഡീകോഡിങ്ങും, കുടുംബ ബന്ധങ്ങൾ, ദിശാവബോധം, ക്ലോക്കിലെ സമയവും കോണളവും, ക്ലോക്കിലെ സമയവും പ്രതിബിംബവും,
കലണ്ടറും തീയതിയും ക്ലറിക്കൽ ശേഷി പരിശോധിക്കുന്നതിനുള്ള ചോദ്യങ്ങൾ. അടുത്ത ജനറൽ ഇംഗ്ലീഷ് ആണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമറിന് 5 മാർക്കും അതുപോലെ വൊക്കാബുലറിക്ക് 5 മാർക്കുമാണ്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ്, ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, എഗ്രിമെൻറ്റ് ഓഫ് സബ്ജക്റ്റ് ആൻഡ് വെർബ്, ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ആക്സിലറി വെർബ്സ്, question tag, infinitive and gerund, tenses in conditional sentence, preposition, the use of correlative, direct and indirect speech, active and passive voice, correction of sentences, degrees of comparison. Singular and plural, change of gender, collective noun, word formation from other words and use of prefix or suffix, compound words, synonym, antonym, phrasal verb, foreign words and phrases, one word substitutes, words often confused, spelling test, idioms and their meaning, expansion and meaning of common abbreviations. പ്രാദേശിക ഭാഷകൾ 10 മാർക്കാണ്. മലയാളത്തിൽ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാന പദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം, വാക്യം ചേർത്തെഴുതുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് കന്നഡയിലും വരുന്നത്, തമിഴിലും വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിൻ്റെ സിലബസ് PSC പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്നവർ മെയ് ജൂൺ മാസത്തിലുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക ഈ ഒരു സിലബസ് ബേസ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.